പാകിസ്ഥാനെതിരായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രതിരോധ ബജറ്റ് ശക്തിപ്പെടുത്താനൊരുങ്ങി ഇന്ത്യ. നിലവിൽ അനുവദിച്ചിരുന്ന തുകയ്ക്ക് പുറമെ അധികമായി 50,000 കോടി രൂപ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നിലവിൽ 6.81 ലക്ഷം കോടി രൂപയാണ് നീക്കിയിരിപ്പ്. ഈ വർഷം കേന്ദ്ര ബജറ്റിൽ പ്രതിരോധത്തിനായി റെക്കോർഡ് തുകയാണ് വകയിരുത്തിയിരിക്കുന്നത്. 6.81 ലക്ഷം കോടി രൂപ. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 9.53% വർധനവായിരുന്നു ഇത്. NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രതിരോധ ബജറ്റ് ഏകദേശം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരുന്നു. ഈ വർഷത്തെ സാമ്പത്തിക ബജറ്റിന്റെ 13.45% പ്രതിരോധത്തിനായി നീക്കിവെച്ചത്. കൂടുതൽ തുക കൂടി വകയിരുത്തുന്നതോടെ ബജറ്റ് വിഹിതം 7 ലക്ഷം കോടി രൂപ കടക്കും. കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും പ്രതിരോധ മേഖലയിലെ ഗവേഷണങ്ങളും മറ്റും മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് കൂടുതൽ തുക. നിലവിൽ ഇതിനുള്ള നിർദ്ദേശം മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അനുമതി നേടിയെടുക്കുവാനാണ് പദ്ധതി. 2014-15 കാലയളവിൽ 2.29 ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ വകുപ്പിനു വേണ്ടി വകയിരുത്തിയത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഇത് കൂടി വന്നു. നിലവിൽ മൊത്തം ബജറ്റിന്റെ 13% പ്രതിരോധത്തിനായി നീക്കിവച്ചിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ വലിയ വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നേടിയത്. 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും 100 തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തു. യൂസഫ് അസർ, അബ്ദുൾ മാലിക് റൌഫ്, മുദാസിർ അഹമ്മദ് എന്നിങ്ങനെയുള്ള കൊടും ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണം നടത്തിയ ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടിരുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചുമാണ് ഇന്ത്യൻ മിലിറ്ററി താവളങ്ങളെ പാകിസ്ഥാൻ ആക്രമിക്കുവാൻ ശ്രമിച്ചത്. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെയെല്ലാം പ്രതിരോധിച്ചു. 8-ാം തീയതി രാത്രി ഇന്ത്യൻ എയർഫോഴ്സിന്റെ താവളങ്ങൾ കേന്ദ്രീകരിച്ചും പാക് സൈന്യത്തിന്റെ ആക്രമണമുണ്ടായി. എന്നാൽ ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ 30-40 സൈനികർ വരെ കൊല്ലപ്പെട്ടിരുന്നു. പാകിസ്ഥാനിലെ ജക്കോബാബാദ്, ബൊലാറി, സർഗോദ, റഹീം യാർനൽ, ചക്കാല നൂർ ഖാൻ വ്യോമതാവളങ്ങൾ ഇന്ത്യ തകർക്കുകയും ചെയ്തു.